ഒരു സ്വപ്നം കാണുകയായിരുന്നു. ദുബായ് ലോട്ടറിയും US പവർബോളും പോലെ ലോകമെമ്പാടും വിൽക്കപ്പെടുന്ന കേരള ലോട്ടറിയെക്കുറിച്ചുള്ള സ്വപ്നം. മനുഷ്യവാസമുള്ള 5 ഭൂഖണ്ഡങ്ങളിലെയും മനുഷ്യർ കേരള ലോട്ടറിയെക്കുറിച്ച് പ്രത്യാശയോടെ സംസാരിക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള സ്വപ്നം. അത് നടക്കാത്ത കാര്യമൊന്നുമല്ല. കാരണം ഒരിക്കലും നടക്കില്ലെന്ന് വിധി എഴുതിയ കിഫ്ബി യാഥാർത്ഥ്യമാക്കിയതാണ് കേരളം. കേരളത്തിൽ നിന്ന് മാത്രം പ്രതിവർഷം 3000 കോടി രൂപ വരെ ലാഭമായി വരുന്ന കേരള ലോട്ടറിക്ക് ലോകമെമ്പാടും മാർക്കറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക സൗഭാഗ്യങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും. ഓരോ മലയാളിക്കും അതിന്റെ ഗുണം ലഭിക്കും. ദിനാന്ത്യ ചെലവുകൾക്കായി ഇപ്പോൾ നടക്കുന്ന മുടിഞ്ഞ കടമെടുപ്പ് നിർത്താം. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമെല്ലാം കേരള ലോട്ടറി ബ്ലാക്ക് മാർക്കറ്റിൽ പോലും ചൂടപ്പം പോലെ വിറ്റുപോകുന്നുണ്ട്. അവിടെ മാത്രം വിറ്റാൽ പോരല്ലോ, കച്ചവടം ഡോളറിലാക്കിയാൽ നമ്മുടെ ലെവലേ മാറിപ്പോകില്ലേ? പിന്നെന്താണ് കേരള ലോട്ടറി വിദേശത്തടക്കം ലഭ്യമാകുന്ന തരത്തിൽ ഓൺലൈനായി ആരംഭിക്കാത്തത്? ദുബായ് ലോട്ടറിയും US പവർബോളും എല്ലാം ആഗോളതലത്തിൽ വാരിയെടുക്കുന്ന കോടികളുടെ ഓഹരി പറ്റാൻ കേരളം എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ? നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ വെറും സാങ്കല്പികമാണ്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക സർക്കാർ ലോട്ടറി വിൽപ്പനയുമായി യാതൊരു ബന്ധവുമില്ലാത്തത്. കേരള ലോട്ടറി ഓൺലൈനായി ലോകം മുഴുവൻ വിറ്റാൽ കേരളത്തിനും അതുവഴി നമുക്കും എന്തൊക്കെ ഗുണം ലഭിക്കുമെന്നുള്ള കൗതുകത്തിൽ തുടങ്ങിയ ഒരു അന്വേഷണം. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ഓൺലൈൻ ലോട്ടറിക്ക് ഒരു പേര് വേണമല്ലോ. തൽക്കാലം നമുക്കിതിനെ കെ ലോട്ടോ എന്ന് വിളിക്കാം. അപ്പോൾ പേരായി. ഇനി കമ്പനി ആരംഭിക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, അത്ര പെട്ടെന്ന് കേരള ലോട്ടറി ഓൺലൈനായി ലോകം മുഴുവൻ ലഭ്യമാക്കാനാവില്ല. ചൂതാട്ട നിരോധന നിയമവും ലോട്ടറി റെഗുലേഷൻ ആക്ടും മുതൽ വിദേശ നാണ്യ വിനിമയ ചട്ടം വരെയുള്ള നൂറുകണക്കിന് നിയമനൂലാമാലകൾ ഇക്കാര്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. എന്നാൽ കേരളം ഇത്തരത്തിലൊരു പ്രപ്പോസൽ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചാൽ പരിശോധിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാകുമെന്ന് നോക്കാം. കേന്ദ്ര സർക്കാർ ആദ്യം പരിശോധിക്കുന്നത് 1997 ഒക്ടോബർ 2 മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്ന ഇന്ത്യൻ ലോട്ടറീസ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണോ കേരളത്തിന്റെ പ്രപ്പോസൽ എന്നായിരിക്കും. കാരണം നേരിട്ട് വിദേശ നാണ്യം കൈകാര്യം ചെയ്യാൻ അധികാരമില്ലാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമായ കേരളത്തിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യൻ ലോട്ടറീസ് റെഗുലേഷൻ ആക്ടിലെ വ്യവസ്ഥകളെല്ലാം പാലിച്ചിരിക്കണം. ഈ നിയമത്തിൽ എവിടെയും ഇന്ത്യക്ക് പുറത്ത് സംസ്ഥാന ലോട്ടറികൾ വിൽക്കുന്നത് സംബന്ധിച്ച് നിർവചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സെക്ഷൻ 11 പ്രകാരം ആവശ്യമെങ്കിൽ സംസ്ഥാന ലോട്ടറികൾ നിയന്ത്രിക്കാനും നിരോധിക്കാനും ഏത് തരത്തിലുള്ള ഭേദഗതികൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും കേന്ദ്ര സർക്കാരിന് സമ്പൂർണ്ണ അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ കേരളവും കേന്ദ്രവും നല്ല കലിപ്പിലായതിനാൽ നമ്മുടെ കേലോട്ടയ്ക്ക് അനുമതി ലഭിക്കുന്നത് അല്പം ദുരിതം പിടിച്ച ജോലിയായിരിക്കുമെന്നർത്ഥം. ഇനി ഈ ആദ്യ കടമ്പ കടന്നെന്ന് തന്നെ വെക്കുക. അടുത്തതായി കടന്നു പോകാനുള്ളത് ഇരുതല മൂർച്ചയുള്ള മറ്റൊരു നിയമത്തിലൂടെയാണ്. 1999 പാസ്സായ ഇന്ത്യൻ വിദേശ നാണ്യ വിനിമയ ചട്ടം എന്ന ഫെമ ആക്ട്. റിസർവ് ബാങ്കിന്റെ കർശന മേൽനോട്ടത്തിലാണ് ഇന്ത്യയിൽ ഓരോ വിദേശ നാണ്യ വിനിമയ ഇടപാടുകളും നടക്കുന്നത്. കാര്യം ലോട്ടറി ആണെങ്കിലും കേരളം വിദേശ രാജ്യങ്ങളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നു എന്നേ റിസർവ് ബാങ്ക് കാണൂ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേലോട്ടയ്ക്ക് മുന്നിൽ നിരവധി നിബന്ധനകൾ ഉണ്ടാകും. ലഭ്യമായ കണക്കുകൾ പ്രകാരം ലോകത്തിലെ 121 രാജ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ഓൺലൈൻ ലോട്ടറികൾ തങ്ങളുടെ രാജ്യങ്ങളിൽ വിൽക്കാൻ അനുമതി നൽകുന്നുണ്ട്. ഈ 121 രാജ്യങ്ങളിലും കേലോട്ടോ എത്തുമ്പോൾ ഇവിടെയെല്ലാം ഓരോ സബ് പ്രൊമോട്ടർമാരും ഓഫീസും വേണ്ടിവരും. അതായത് ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറും മനുഷ്യവിഭവശേഷിയും ആവശ്യമുള്ള കാര്യമാണിത്. റിസർവ് ബാങ്ക് അറിഞ്ഞ് സഹായിച്ചാലേ ഇക്കാര്യത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോകാനാകൂ. ഉദാഹരണമായി ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓൺലൈൻ ലോട്ടറിയായ US പവർബോൾ തന്നെ പരിശോധിക്കാം. അമേരിക്കൻ ഗവൺമെന്റിന് കീഴിൽ ഫ്ലോറിഡ സംസ്ഥാനത്തെ നിയമങ്ങൾക്ക് വിധേയമായ ലോട്ടറിയാണ് US പവർബോൾ. ഒരു നോൺ പ്രോഫിറ്റ് ഗവൺമെന്റ് ഓർഗനൈസേഷനായ മൾട്ടി സ്റ്റേറ്റ് ലോട്ടറി അസോസിയേഷനാണ് US പവർബോളിന്റെ ഉടമസ്ഥർ. 2023 ഓൺലൈനിലും ഓഫ്ലൈനിലുമായി $39 ബില്യൺ ഈ ലോട്ടറി ലോകമെമ്പാടും നിന്ന് വാരിക്കൂട്ടിയത്. അതായത് 3,12,000 കോടി രൂപ. ഇതിന്റെ 1000-1 മതി കേരളത്തിലെ നിലവിലെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറാൻ. അതവിടെ നിൽക്കട്ടെ. ലോകത്തിലെ 110 രാജ്യങ്ങളിൽ US പവർബോൾ ലോട്ടറി ഓൺലൈനായി ലഭ്യമാണ്. ഇന്ത്യയിലും കിട്ടും. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിൽ US പവർബോൾ ലോട്ടറി നേരിട്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്നും വാങ്ങാം. എന്നാൽ ഇന്ത്യയിൽ നേരിട്ടത് സാധ്യമല്ല. പകരം നമ്മൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി കമ്പനി വെബ്സൈറ്റിൽ നമുക്ക് ആവശ്യമുള്ള നമ്പറുകളും പണവും ഡിജിറ്റലായി നൽകിയാൽ ആ കമ്പനി നമുക്ക് വേണ്ടി US പവർബോൾ ലോട്ടറി വാങ്ങും. നമ്മൾ പറഞ്ഞ അതേ നമ്പറിൽ. നറുക്കെടുപ്പിൽ വിജയിച്ചാൽ നികുതിയും വിദേശ നാണ്യ തീരുവയും കഴിഞ്ഞുള്ള പണം ഇന്ത്യക്കാരന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് കേലോട്ടോയുടെ കാര്യത്തിൽ സംഭവിക്കുക. സൗദി പോലെ കർശന മതനിയന്ത്രണങ്ങളുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ ഓൺലൈൻ ലോട്ടറികൾ ലീഗലാണ്. പക്ഷെ വിൽക്കാൻ അവിടെയുള്ള ഏതെങ്കിലും കമ്പനികളെ കൂട്ടുപിടിക്കേണ്ടി വരും. കേലോട്ടോ ആദ്യം ചെയ്യേണ്ടതും ഇത്തരം വിദേശ സബ്സിഡിയറികളെ നിയമിക്കലാണ്. നമ്മൾ കിഫ്ബി ഉണ്ടാക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ സജ്ജമാക്കിയ നെറ്റ്വർക്ക് പോലൊരു സംവിധാനം. ഇക്കാര്യത്തിൽ ലോകമെമ്പാടുമായി ചിതറിക്കിടക്കുന്ന മലയാളി കമ്മ്യൂണിറ്റികൾ നമ്മുടെ മികച്ച മൂലധനമാണ്. പക്ഷേ ഇവിടെയെല്ലാം കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും നൂറുകൂട്ടം മാനദണ്ഡങ്ങളുമായി വഴിമുടക്കും എന്നുറപ്പാണ്. അതെല്ലാം വിശദീകരിച്ച് നിയമപ്രശ്നങ്ങൾ ഇഴകീറി നോക്കിയാൽ വീഡിയോ വിരസമാകും. എന്നാൽ ഈ കടമ്പകളെല്ലാം ചാടിക്കടന്നാൽ നമ്മുടെ സ്വന്തം കേലോട്ടോ ലോഞ്ച് ചെയ്യാം നല്ല സ്റ്റൈലിൽ. ഇതിനായി കേരള ലോട്ടറി പുതിയൊരു ഇൻകോർപ്പറേറ്റഡ് കമ്പനി സ്ഥാപിക്കേണ്ടി വരും. പിന്നീട് അന്താരാഷ്ട്ര ധനകൈമാറ്റ നിയമങ്ങൾക്ക് വിധേയമായി ഈ കമ്പനിയുടെ കീഴിലായിരിക്കും കേലോട്ടോ. ശരി, അങ്ങനെ നമ്മുടെ കേലോട്ടോ അന്താരാഷ്ട്ര ഓൺലൈൻ ലോട്ടറി വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്തതായി എങ്ങനെ മാർക്കറ്റ് ചെയ്ത് വിൽക്കാം എന്നുള്ള പ്രധാന വെല്ലുവിളി മുന്നിലുണ്ട്. അമേരിക്കൻ കമ്പനികൾ മുതൽ ഹോങ്കോങ്, സ്പാനിഷ്, ദക്ഷിണാഫ്രിക്കൻ ലോട്ടോകൾ വരെ നീളുന്ന കടുത്ത മത്സരമുള്ള ഒരു മാർക്കറ്റാണിത്. എന്നാൽ ഓരോ വർഷവും അന്താരാഷ്ട്ര ഓൺലൈൻ ലോട്ടറികളുടെ വളർച്ച 5% മുതൽ 12% വരെയാണ് എന്നതാണ് കണക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേലോട്ടോയ്ക്ക് ഭാസുരമായ ഭാവി പ്രതീക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. കേരള ലോട്ടറിയുടെ വിശ്വാസ്യതയാണ് കേലോട്ടോയുടെ പ്രധാന പ്രചരണായുധം. നമ്മുടെ ചരിത്രം ക്ലീനാണ്, മായമില്ല, കള്ളമില്ല. ഇത് ഫലപ്രദമായി മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം. US പവർബോൾ, മെഗാ മില്യൻസ് ലോട്ടറി, സൂപ്പർ എനാലോട്ടോ, യൂറോ മില്യൻസ്, ദുബായ് ജാക്ക്പോട്ട്, എൽഗോഡോ, സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ലോട്ടറി, ടോട്ടോ സിംഗപ്പൂർ, മാർക്ക് 6 ഹോങ്കോങ്, സുപ്രീം ടോട്ടോ മലേഷ്യ തുടങ്ങിയ വൻ സ്രാവുകൾ പൊളിക്കുന്ന കടലിലേക്കാണ് കേരളം ഇറങ്ങുന്നത്. എന്നാൽ 2023 മാത്രം ലോകമെമ്പാടും ഓൺലൈൻ
ലോട്ടറികൾക്കും ബെറ്റിങ്ങിനുമായി മനുഷ്യർ ചിലവാക്കിയത് 4.5 ലക്ഷം കോടി രൂപയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വിപണിയുടെ വലിപ്പം മനസ്സിലാവുക. കേരളം ഇറങ്ങിക്കളിച്ചാൽ അതിനുള്ള മെച്ചവും ലഭിക്കും. ഏറ്റവും അധികം ഓൺലൈൻ ലോട്ടറി ഭ്രാന്തന്മാരുള്ളത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ്. സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ഹോങ്കോങ്, സെൽഫ് ഗവേണിംഗ് പെനിൻസുല, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഓൺലൈൻ ലോട്ടറികളുടെ പറുദീസയാണ്. അത് കഴിഞ്ഞാൽ അമേരിക്കൻ നഗരങ്ങളാണ്. ലാസ് വേഗാസിലും ലോസ് ആഞ്ചലസിലും ന്യൂയോർക്കിലും ചിക്കാഗോയിലുമെല്ലാം ഓൺലൈൻ ലോട്ടറികൾക്ക് ചാകരയാണ്. കേലോട്ടോ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടതും ഇത്തരം ഹോട്ട്സ്പോട്ടുകളിലാണ്. ജാക്ക്പോട്ടുകളാണ് US പവർബോൾ പോലുള്ള ഓൺലൈൻ ലോട്ടറികളെ വളർത്തിയത്. നമ്മുടെ ഓണം ബമ്പർ പോലെ ഇടയ്ക്കും തലയ്ക്കും പ്രഖ്യാപിക്കപ്പെടുന്നവയാണ് ജാക്ക്പോട്ടുകൾ. 2022 നവംബർ 7-ന് US പവർബോളിന്റെ ജാക്ക്പോട്ട് $2.07 ബില്യൺ ആയിരുന്നു. ഏതാണ്ട് 17,810 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണം ബമ്പറിന് 25 കോടി കൊടുക്കുമ്പോഴുള്ള സൂത്രപ്പണികൾ ആഗോള ഓൺലൈൻ ലോട്ടറികളിൽ നടക്കില്ലെന്നർത്ഥം. അടിച്ചടിച്ച് നിൽക്കാൻ കേരള ലോട്ടറിയും ജാക്ക്പോട്ടുകൾ അവതരിപ്പിക്കേണ്ടി വരും. ഇനി ലാഭനഷ്ട കണക്കുകൾ നോക്കിയാലോ? എങ്ങനെ നോക്കിയാലും ലാഭം എന്നൊരു കണക്ക് ആദ്യഘട്ടത്തിൽ ലോട്ടറികളിൽ ഇല്ല. അന്തർദേശീയ തലത്തിൽ ലോട്ടറി വിൽക്കാൻ കേരളം രൂപീകരിക്കുന്ന കമ്പനി ആദ്യത്തെ 5 പ്രവർത്തന വർഷങ്ങളിൽ നഷ്ടം മാത്രമേ രേഖപ്പെടുത്തൂ. എന്നാൽ വളരും തോറും നാട്ടിലേക്ക് വിദേശ നാണ്യം കുമിഞ്ഞുകൂടുന്ന ഇന്ദ്രജാലമാണ് കേലോട്ടോ. ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം മതി കേരളം രക്ഷപ്പെടാനെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഉദാഹരണത്തിന് ഈ കുപ്പിവെള്ളം നോക്കൂ. ഫിജി വാട്ടർ എന്ന ഈ ഒരൊറ്റ ഉൽപ്പന്നം ഫിജി എന്ന രാജ്യത്തിന് 2023 നേടിക്കൊടുത്ത വരുമാനം $44 മില്യൺ ആണ്. എന്നാൽ ഈ വരുമാനത്തെക്കാൾ ഈ ഉൽപ്പന്നം ആ രാജ്യത്തിന്റെ ടൂറിസം അംബാസഡർ ആണ് എന്നതാണ് കൗതുകകരമായ കാര്യം. ഫിജി എന്ന രാജ്യത്തെ ലോകമെമ്പാടും മാർക്കറ്റ് ചെയ്യുന്നതിൽ അവിടുത്തെ അരുവികളിൽ നിന്നും സോഴ്സ് ചെയ്യുന്ന ഈ കുപ്പിവെള്ളം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇതാണ് കേലോട്ടോയിലും പരീക്ഷിക്കേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഒറ്റയടിക്ക് കേരളം എന്ന ബ്രാൻഡും കേലോട്ടോ എന്ന വരുമാന സ്രോതസ്സും നമുക്ക് മാർക്കറ്റ് ചെയ്യാനാകും. അതായത് കേലോട്ടോയുടെ പ്രചാരം കേരളം എന്ന അപാര മനുഷ്യ വിഭവശേഷിയുള്ള ഒരു നാടിനെ ലോകത്തിന് പരിചയപ്പെടുത്തും. ഈ നാട്ടിലേക്ക് വൻ നിക്ഷേപങ്ങൾ എത്തും. ഇതോടൊപ്പം ടൂറിസം വളർച്ചയിലും കേലോട്ടോ വലിയ പങ്ക് വഹിക്കും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് അത്ര എളുപ്പത്തിൽ ഒരു ഇന്റർനാഷണൽ ലോട്ടറി ആരംഭിക്കാൻ കഴിയില്ലെന്ന് അറിയാതെയല്ല. പക്ഷേ നമുക്ക് സ്വപ്നം കാണാമല്ലോ. കേരളം ഭാവിയിൽ അനുഭവിക്കാനിരിക്കുന്ന മൂലധന നഷ്ടം നികത്താൻ നാം പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഇറങ്ങിയേ മതിയാകൂ. നമുക്ക് വൃത്തിയായി ചെയ്യാൻ അറിയാവുന്ന പണികൾ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കാൻ സാധിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ബിനീഷ് അരവിന്ദൻ. ഇത്ര നേരം ഒപ്പമായിരുന്നതിന് നന്ദി.